ശ്രീ പി ശ്യാംരാജ്, അങ്ങനെ രഹസ്യങ്ങൾ ഈ കരാറിൽ ഉണ്ടെന്നാണല്ലോ ഇപ്പോഴത്തെ ആരോപണം വന്നിരിക്കുന്നത്. അതിന് കാരണം ഈ കരാറിലെ വിവരങ്ങൾ പുറത്ത് വിടാത്തതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലും അതിനെക്കുറിച്ച് മിണ്ടുന്നുമില്ല. ശ്യാംരാജ്, നോക്കൂ മഞ്ജുഷ, ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ നോക്കൂ, ഇവിടെ സംയുക്ത പ്രസ്താവനയൊക്കെ വരാൻ വേണ്ടിയിട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം നമ്മൾ വായുവിൽ നിന്നുള്ള ചില കണക്കുകൾ എടുത്തിട്ട് ചില ഊഹങ്ങൾ എടുത്തു വെച്ചിട്ട് പറയുകയാണ് ഇതെല്ലാം. ഇത് പ്രധാനമന്ത്രി കഴിഞ്ഞ ഒരു വർഷമായിട്ടും അതിനു മുമ്പ് ഇപ്പൊ ഈ തീരുവയൊക്കെ ഉയർത്തിയ സമയം മുതൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ നാട്ടിലെ കർഷകരെ, പ്രത്യേകിച്ച് ക്ഷീരകർഷകർ പോലെയുള്ള ആളുകളെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനം യാതൊരു കാരണവശാലും കേന്ദ്രം എടുക്കുകയില്ല എന്ന് പ്രധാനമന്ത്രി നേരിട്ട് തന്നെ നമ്മളോട് പറഞ്ഞതാണ്. നിലവിൽ ഈ കരാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിലോട്ട് മുമ്പിലോട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ വായുവിൽ കാണുന്ന കണക്കുകൾ കണക്ക് കൂട്ടിയിട്ട് അങ്ങനെ പറയുന്നത് ശരിയാണ്. ട്രംപ് അപ്പോൾ പറഞ്ഞ കാര്യം അതിനുള്ള മറുപടി ഇന്ത്യ കൊടുക്കേണ്ടതല്ലേ? അതല്ലെങ്കിൽ രാജ്യ താല്പര്യത്തിന് എതിരായിട്ടല്ലേ അത് വരികയുള്ളൂ? ട്രംപ് അവകാശവാദം ഉന്നയിക്കുകയാണ് ഇന്ന കാര്യങ്ങളാണോ ഉള്ളത് എന്ന്. അപ്പോൾ അങ്ങനെയല്ല എന്ന് കേന്ദ്രം പറയുന്നുമില്ല. പീയൂഷ് ഗോയൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും അതിലെ റഷ്യൻ എണ്ണയുടെ കാര്യത്തിലൊക്കെ മൗനം പാലിക്കുകയാണ്. അല്ല നോക്കൂ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നോക്കൂ, നമ്മളൊരു ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യമാണ്. ട്രംപ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പൊ നമ്മളൊരു ഇപ്പൊ ഇതിനകത്തൊരു വിരോധാഭാസമായിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പൊ അമേരിക്ക ഈ തീരുവയൊക്കെ വർദ്ധിപ്പിച്ച സമയത്ത് നമ്മൾ ഇവിടെ വലിയൊരു ചർച്ച ഉണ്ടായത് കേന്ദ്ര സർക്കാരിനും മോദി ഗവൺമെന്റിനും അമേരിക്കയുമായിട്ട് ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ടും അവരെ നമ്മുടെ വരുതിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല എന്നുള്ള ഒരു ചർച്ചയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ തീരുവ വീണ്ടും 18% കുറച്ചപ്പോൾ അതിനുള്ള തെറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ഇവിടെ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഭാഗത്തു നിന്നുള്ള കൃത്യമായിട്ടുള്ള പ്രസ്താവനകൾ വരും. എപ്പോഴാണ് സംയുക്ത പ്രസ്താവന വരാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ. എന്തായാലും ഈ കരാറ് ആരും അറിയാതെ ഒളിച്ചു വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇപ്പൊ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാർ വന്നതിന് ശേഷം നമ്മൾ അടുത്ത ലോകം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കരാർ കൊണ്ടുവന്നതാണ്. ആ കരാറിലെ കാര്യങ്ങള്, വസ്തുതകൾ എന്തായാലും മറച്ചു വെക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോ അതെന്തായാലും ജനങ്ങൾക്ക് മുമ്പിലോട്ട്, നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിലോട്ടൊക്കെ വരുമല്ലോ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഈ ഇന്ധനത്തിന്റെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നയം എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും എവിടെ നിന്നാണോ നമുക്ക് ഏതൊരു ഉൽപ്പന്നവും ഏറ്റവും വില കുറച്ച് കിട്ടുന്നത് നമ്മൾ അവിടെ നിന്ന് വാങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോ റഷ്യ നമുക്ക് വില കുറച്ച് തരാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. അതിൽ വില കുറച്ചിട്ട് അമേരിക്ക തരാൻ വേണ്ടി തയ്യാറാണ്, നമ്മൾ തീർച്ചയായിട്ടും വാങ്ങും. അതിന്റെയും വിവരങ്ങൾ പൂർണ്ണമായിട്ട് വരാൻ വേണ്ടിയിട്ട് പോകുന്നേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിട്ട് രാജ്യ താല്പര്യമാണ് വലുത്. അതിനപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതൊരു രാജ്യവും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു, ഒരു ഡീൽ ഉണ്ടാക്കുന്നു, അതിൽ നമ്മുടെ താല്പര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ ഇന്നലെയുമായിട്ട് ഇപ്പൊ പീയൂഷ് ഗോയലിന്റെ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നിട്ടുണ്ടല്ലോ. അതിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം എടുത്തു പറഞ്ഞില്ല, ഏതെങ്കിലും രീതിയിൽ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, അതിനകത്ത് കരാറുകൾ ഉണ്ടാവുകയില്ല. അത് എടുത്തെടുത്ത് എത്രയോ തവണ നമ്മൾ പറയുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.